എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാറിലേക്ക് സ്വാഗതം. മൂല നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നോക്കാം. Star card, 8 of Pentacles, Hierophant, 9 of Pentacles, 6 of Pentacles, 9 of Swords energy connections. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ദൈവാനുഗ്രഹമുള്ള ഒരു മാസമാണ്. ആദ്യം തന്നെ സ്റ്റാർ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത്, കൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിലും അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പുറത്തേക്ക് വരുന്ന സമയമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൂര്യൻ്റേതായിട്ടുള്ളൊരു എനർജി നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ജാതകത്തിൽ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തത ഉണ്ടെങ്കിൽ കൂടി ആ ഒരു ഏതൊരു പാഠവും നിങ്ങളിൽ കൂടുതലാണ്. ഏത് ലെവലിൽ ആരെയാണ് നിങ്ങൾ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യത്യാസവും നിങ്ങളുടെ ജാതകവശാലുള്ള മാറ്റങ്ങളിൽ നോക്കിയാൽ അറിയാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ കാരകനായിട്ടുള്ള എനർജി എവിടെയാണ്, ഏത് ഭാവത്തിലാണ് എന്നതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു 25 മാസത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും അതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന് പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം, അതിൻ്റെ ഒരു തുടക്കം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങൾ, അതേപോലെ ബന്ധങ്ങൾ പൊതുവെ, അതായത് റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ്, വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും വിവാഹം കഴിക്കാതെ പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, ഈ ബന്ധങ്ങൾ നിങ്ങളെ അത് നേടിയെടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ പ്രണയത്തിലാണെങ്കിൽ പ്രണയമായിരിക്കും അതിനായിരിക്കും മുൻതൂക്കം. ജീവിതത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കുറവായിരിക്കും ഒരു പക്ഷെ. അപ്പോൾ ഈ പ്രണയം എന്നുള്ളത് എങ്ങനെയാണത് നിങ്ങളെ മുന്നോട്ടേക്ക് ഏത് തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്, അതൊക്കെ നിങ്ങൾ പലതും മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. പക്ഷെ ഇപ്പോൾ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൂടി എടുക്കുന്ന സമയം കൂടിയിട്ടായിരിക്കും എന്നുള്ളത്. അത് സ്വത്ത് വകകൾ, അതായത് പൂർവികരിൽ നിന്ന് കിട്ടാനുള്ളത്, വസ്തുവകകൾ, കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നീക്കുപോക്കുകൾ ഉണ്ടാകുന്ന ഒരു സമയം എന്നും പറയാം. 8 of Pentacles എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഒത്തിരി നമ്മൾ പറയില്ലേ രാത്രി 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ പഠിത്തത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പലരും ഒരു എന്താ പറയുക, ഒരു പുസ്തക പുഴു എന്നൊക്കെ പറയുന്ന ആളുകൾ കളിയാക്കുന്നവരുണ്ട്. അതിൽ മാത്രമല്ലാതെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളും ഒപ്പം ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പൊതുവേ നിങ്ങളൊരു ഈ പറഞ്ഞ പോലെ ഒരു പുസ്തക പുഴുവാണ്, ഒരു ബുക്കുമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒക്കെ മാറുന്നുണ്ട്. എന്ന് വെച്ചിട്ട് പഠിത്തം ഉപേക്ഷിക്കില്ല. പഠിത്തത്തിൽ ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. പക്ഷേ വേറെ ചില കാര്യങ്ങൾക്കും, ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക്, പ്ലഷേഴ്സ് ഓഫ് ലൈഫ്, അത് ആസ്വദിക്കാനും സമയം കണ്ടെത്തണം. മറ്റുള്ളവരെ പോലെ ജീവിതം എൻജോയ് ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻജോയ്മെൻറ്റ് കട്ട് ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതം എൻജോയ് ചെയ്യുക, ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, വിദ്യാഭ്യാസം അതോടൊപ്പം കൂടി നല്ല രീതിയിൽ കൊണ്ടുപോവുക കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് റിസർച്ച് ഫീൽഡിലേക്ക് നീങ്ങാം. അപ്പോൾ ചിലപ്പോൾ PhD കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ഫീൽഡിലേക്ക് പുതിയ പരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാവാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിതൃഭാവത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ, അതായത് മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട്, ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബലിയിടൽ ചടങ്ങുകളോ കർമ്മമോ അതുപോലെ ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാടുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
ഇനി മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിലും മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. അതേപോലെ ഹൈറോഫൻ്റ് എനർജിയാണ്, കുറച്ചുകൂടി സ്പിരിച്വലും ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേക്കൂട്ടി മനസ്സിലാക്കുന്ന ഒരു രീതിയോ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങളിൽ നിന്നുള്ള പലതും നിങ്ങൾ മനസ്സിലാക്കുന്നു, ശ്രദ്ധിക്കുന്നു, പഠിക്കുന്നു, ഇതൊക്കെ കാണിക്കും. നിങ്ങളുടെ ലിസണിങ് സ്കിൽ, മറ്റുള്ളവർ പറയുന്നതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഒന്ന്, നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എന്താ പറയുക, ഒരിടത്ത് ഇരുന്ന് ശ്രദ്ധിക്കാനും കോൺസെൻട്രേഷൻ വളരെയധികം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ ആളുകൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കാനും മറ്റുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്നുണ്ട്. യാത്രകൾ പോകുന്നൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ ഇവിടെ ചില ആളുകൾ നിങ്ങളൊരു നിങ്ങളുടെ ജോലി മേഖല, തൊഴിൽ മേഖല മാറുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ സ്പിരിച്വൽ റിലീജിയസ് കാര്യങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹ്യൂമൻ കോൺഷ്യസ്നെസ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾക്ക് ഒത്തിരി മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ യാത്രകളെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് നിങ്ങൾ ഒരിടത്ത് ഇരിക്കുന്നത് മാത്രമല്ല, അതായത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ്, കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ മൂവ്മെൻറ്റും ആഗ്രഹിക്കുന്ന, ഒരിടത്ത് തങ്ങി നിൽക്കുന്നുമില്ല. യാത്രകളിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരു വിനോദയാത്രയും അതുപോലെ തന്നെ ഏതൊരു യാത്രയാണെങ്കിലും അതിലെന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മീയ യാത്രകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഇതുപോലുള്ള ഇടങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. നിങ്ങളൊത്തിരി ഈ ഒരു മാസത്തിൽ പൊതുവേ നിങ്ങളൊത്തിരി സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതേപോലെ 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരാം. എന്തായാലും 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ, അതായത് നിങ്ങളെപ്പോഴും പണത്തിന് പുറകെ ആയിരുന്നിരിക്കുക, അല്ലെങ്കിൽ ഇത് ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക, ഒരു ഫിസിക്കൽ വേൾഡിൽ അല്ലെങ്കിൽ സമ്പത്ത്, ധനത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ധനം ഉണ്ടെങ്കിൽ, ധനം എന്ന് പറയുന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പൈസ, അതായത് പൈസ നമുക്ക് അനിവാര്യമാണ്. അത് പൈസ സമ്പാദിക്കരുത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോരുത്, ധനം ഉണ്ടാക്കരുത് എന്നുള്ളതല്ല. അപ്പം നമ്മൾ ധനം ഉണ്ടാക്കുമ്പോൾ, നമ്മളിലേക്ക് ധനം വരുമ്പോൾ, നമ്മൾ ആ ധനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മാർഗ്ഗം, അതായത് നമ്മുടെ ജോലി, ആ ജോലി നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ധനം ഉണ്ടാക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും തൃപ്തി ഉണ്ടാവും, മനസ്സിന് ആരോഗ്യം ഉണ്ടാവും, ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവും. ധനം ഉണ്ടാക്കുന്ന വഴി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ജോലി നമുക്ക് തീരെ താല്പര്യമില്ല, പക്ഷെ പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമാണ് എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരവും മനസ്സും നശിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക, അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഇറങ്ങുകയും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ലോണൊക്കെ എടുക്കുന്നുണ്ട്. ചില ആളുകൾ ലോണിന് അപേക്ഷിച്ച് ലോൺ ലഭിക്കുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി സഹായം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. നിങ്ങളുടെ കഴിവിൽ, അതായത് പഠിപ്പിക്കാനായിട്ട് ഒത്തിരി, കാരണം നിങ്ങൾ നല്ലൊരു ലിസണറാണ്, നല്ലൊരു കേൾവിക്കാരനോ കേൾവിക്കാരിയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അത് നിങ്ങൾ പഠിച്ചറിഞ്ഞു മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ മാസം പിന്നെ കോൺട്രാക്റ്റ്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് 9 ഓഫ് സോർട്സ് എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. അതായത് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലാത്തിരിക്കുമ്പോൾ ഒത്തിരി ആലോചനകളാണ്. അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നു എന്നുള്ളത് പ്രായമായവർക്ക് മാത്രമല്ല, പൊതുവേ ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ അലട്ടുന്നവർ കുറച്ചുകൂടി എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്യാനും അനാവശ്യ ചിന്തകൾ വരാതെ മനസ്സിനെ നിയന്ത്രിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ ഈ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തിയും സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് കൊണ്ടുതരുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ടുള്ള
സഹകരണം, പല പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിയുക, മനസ്സിലാക്കുക. ഇത് പ്രായഭേദമന്യേ ഇപ്പോൾ പ്രായമായിട്ടുള്ളവരാണെങ്കിലും പുതിയ അറിവുകൾ വളരെയധികം ക്യൂരിയോസിറ്റി, ഒരു ചെറിയ കുട്ടിയെ പോലെ ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതകളാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.